വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദത്തിൽ മുൻ എംഎൽഎ കെ ലതികയെ ന്യായീകരിച്ചു സർക്കാർ. വർഗീയതയ്ക്കെതിരായ പ്രചാരണമാണ് കെ ലതിക നടത്തിയതെന്ന് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോരിനും നിയമസഭ വേദിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വടകരയിൽ ഉയർന്ന വർഗീയ പ്രചരണ വിവാദമാണ് ഇന്ന് നിയമസഭയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ചോദ്യോത്തരവേളയിൽ മുഴുവൻ പ്രതിപക്ഷം ലക്ഷ്യം വെച്ചത് സിപിഎമ്മിന്റെ മുൻ എംഎൽഎ കെ ലതികയെ. മുഖ്യമന്ത്രിക്ക് പകരം മറുപടി പറഞ്ഞ മന്ത്രി എം പി രാജേഷ് ലതികയ്ക്കെതിരായ ചോദ്യങ്ങളിൽ നിന്ന് ആദ്യഘട്ടങ്ങളിൽ ഒഴിഞ്ഞുമാറി. പ്രതിപക്ഷത്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം മന്ത്രി പറഞ്ഞത് ഒരേ മറുപടി. കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട്. അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ചോദ്യോത്തരവേള ഭരണപക്ഷം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കെ ലതികയ്ക്കെതിരായ ചോദ്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ചോദ്യോത്തരവേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അന്ന് ഇതിനെ കൂട്ടുനിൽക്കരുത്. എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എംഎൽഎക്കെതിരായി കേസെടുത്തില്ല? ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു. മുൻ എംഎൽഎയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സിപിഎം നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല? ഇതോടെ കെ ലതികയ്ക്ക് പ്രതിരോധം തീർത്ത മന്ത്രി രംഗത്തെത്തി. എന്താണ് സാർ ശ്രീമതി കെ ലതിക അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്? എന്തൊരു വർഗീയതയാണോ ഇത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ? അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചത് ഭരണപക്ഷം ആയുധമാക്കിയതോടെ സഭാതലം പ്രക്ഷുബ്ധമായി. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും കാഫിർ പോസ്റ്റ് വിവാദത്തിൽ കെ ലതികയെ തള്ളിപ്പറയാനോ ന്യായീകരിക്കാനോ ഇതുവരെയും പാർട്ടി തയ്യാറായിരുന്നില്ല. അതിനിടെയാണ് നിയമസഭയിൽ തന്നെ ലതികയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ന്യായീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.